first is niche selection. Okay, so niche selections are നമ്മുടെ ഏറ്റവും important segment when it comes to affiliate marketing. Okay, affiliate marketing മാത്രമല്ല, it's a very important when you wanted to be എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ട് നിങ്ങളെ റിപ്രസെന്റ് ചെയ്യണമെങ്കിൽ niche selection is one of the most important segment. Okay, അത് ഏത് സെഗ്മെന്റ് ആയാലും niche is very important thing ആണ്. So let's what is niche and എങ്ങനെയാണ് niche find ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. So let me take you to one article. Okay, first niche എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So niche actually it's a market. ഇതൊരു മാർക്കറ്റ് ആണെന്ന് ഓർത്തോ. സോ മാർക്കറ്റ് ഡിഫറെന്റ് സെഗ്മെന്റിന്റെ ഒരു മാർക്കറ്റ് ആയിരിക്കും. ആ മാർക്കറ്റിനകത്ത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ മാത്രം നമ്മൾ കാറ്റർ ചെയ്യുന്ന സെക്ഷൻസിനെയാണ് നമ്മൾ ആക്ച്വലി നീഷ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുന്നത് മെയിൽ ഫീമെയിൽ. ബട്ട് മെയിൽ ഫീമെയിലിനെ രണ്ടിനെ ഇഷ്ടപ്പെടുന്ന സെക്ഷൻസിന് എന്തായിരിക്കും, അതൊരു സ്പെസിഫിക് നീഷ് ആയിരിക്കും. ബിക്കോസ് വെരി ഫ്യൂ പീപ്പിൾ ഇസ് ഗോയിങ് ടു ലൈക്ക് ദാറ്റ് ഇൻ എ കണ്ടീഷൻ ഓഫ് ദ മെയിൽ ഫീമെയിൽ. ഒരു മിനിറ്റ്. ഓക്കെ, സോ മെയിൽ ഫീമെയിൽ ഇപ്പൊ ഞാൻ ഈ പർട്ടിക്കുലർ സെഗ്മെന്റ് ഇതൊരു മാർക്കറ്റ് ആണെന്ന് ഓർത്തോ. ലൈക്ക് സംതിങ് ലൈക്ക് ഇപ്പൊ നമ്മൾ ഷൂസിനകത്ത് തന്നെ എടുക്കാം. സോ ദർ ആർ സം ഷൂസ് കാറ്റഗറി വിച്ച് കംസ് അണ്ടർ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ വേർ മെയിൽ ഓർ ഫീമെയിൽ ബോത്ത് get that. So that is known as a niche section because it's in a very unique segment ആണ്. So unique segment പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ മെയിൽ പ്രോഡക്റ്റ് മെയിലിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, ഫെമിൻ പ്രോഡക്റ്റ് ഫെമിനെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ഈ നീഷ് എന്ന് പറഞ്ഞാൽ വെരി സ്പെസിഫിക് സെക്ഷൻസ് ആണ്. സോ ഇപ്പം വേറെ ഒരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് ലൈക്ക് വെയിറ്റ് ലോസ് ഒരു നീഷാണ്. ഓക്കെ, സോ ഈ നീഷിനകത്ത് ഇപ്പൊ വെയിറ്റ് ലോസ് ഫോർ വുമൻ, വെയിറ്റ് ലോസ് ഫോർ കിഡ്സ്, വെയിറ്റ് ലോസ് ഫോർ എംപ്ലോയീസ്, വെയിറ്റ് ലോസ് ഫോർ എബവ് 30+, വെയിറ്റ് ലോസ് ഫോർ പ്രഗ്നന്റ് വുമൻ. സോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നീഷാണ്. അതിനകത്ത് ഞാൻ വാട്ട് ഐ എം ബ്രേക്കിംഗ് ഇസ് ഐ എം ബ്രേക്കിംഗ് ഡൗൺ സബ് നീഷ്. സോ ദീസ് ആർ ദ നീഷ് ബിക്കോസ് മാർക്കറ്റ് ആണ്. വെയിറ്റ് ലോസ് ഏതിന്റെ മാർക്കറ്റ് ആണ്? ഇതിന്റെ ബിഗർ മാർക്കറ്റ് എന്താണ്? ഹെൽത്തിന്റെ നീഷാണ് വെയിറ്റ് ലോസ്. ബിക്കോസ് ഹെൽത്തിനകത്ത് ചിലർക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം, ചിലർക്ക് മസിൽസ് ബിൽഡ് ചെയ്യണം. അതെല്ലാം ഡിഫറെന്റ് നീഷസ് ആണ്. സോ നീഷസിനകത്ത് വെയിറ്റ് ലോസ് ഒരു നീഷാണ്. ആ വെയിറ്റ് ലോസിനകത്ത് വരുന്ന ഒരു നീഷാണ് സബ് നീഷസ് ആണ്. സോ whenever we plan for എന്താ പറയുന്ന affiliate marketing, we are actually going for a sub niche. അതാണ് നമുക്ക് പ്രോഫിറ്റബിൾ. അല്ലെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെ പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് വെൻ വി ഗോ ആൻഡ് ടാർഗറ്റ് ഫോർ ദ സബ് നിഷസ്. ബിക്കോസ് നിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ദർ ഇസ് നോ സ്പേസ്, അത്ര കോമ്പറ്റീറ്റീവ് ആയിരിക്കും അത്. ബട്ട് സബ് നിഷ് ഇനിയിപ്പം കിഡ്സിനകത്തും നിങ്ങൾക്ക് സ്പെഷ്യലി പോവാം. ലൈക്ക് ബോയ്, ഞാൻ കിഡ്സിനകത്തും ഇതിപ്പോ എന്തായി, സബ് നീഷായി. സോ ഐ എം ഓൺലി ഗോയിങ് ടു ടോക്ക് അബൌട്ട് കിഡ്സിനകത്ത് ബോയ്സിനെ മാത്രം വെയിറ്റ് ലോസ്. So boys, I'm not going to pick the girl, I'm only going to focus on the boys. So the more depth we go, the chances of getting more profitable, because ഈ riches are niches എന്നാണ് പറയാറ്. Why? Because അവരുടെ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് ആയിരിക്കും. ഇപ്പം അവർ സെർച്ച് ചെയ്യുന്നവരാരും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് സെഗ്മെന്റ്സ് ആയിരിക്കും. സോ വി നീഡ് ടു ഫൈൻഡ് വിച്ച് മാർക്കറ്റ് വി നീഡ് ടു ഗെറ്റ് ഇൻ. എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്, എന്ത് കീവേഡ്സ് ആണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് കംസ് അണ്ടർ നീഷ് സെക്ഷൻ. സോ നീഷ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി പറഞ്ഞാൽ ഒരു സ്മോൾ മാർക്കറ്റ്, സ്മോൾ സെഗ്മെന്റ് ഓഫ് ദ മാർക്കറ്റ് ആണ്, വേർ വി ആർ ഗോയിങ് ടു റിപ്രസെന്റ് അവർ എ പർട്ടിക്കുലർ
product. Okay, so now let's take you to the ways of the how we can go about niche sections. So let me share my screen. So how to find a profitable niche. So niche നമുക്ക് 4 കാറ്റഗറിയുടെ പുറത്ത് ഫോക്കസ് ചെയ്തിട്ട് niche നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. So first is price. So നമുക്ക് ഹൈ പ്രൈസ്, ലോ പ്രൈസ്, മീഡിയം പ്രൈസ്, ഫോക്കസ്, പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നീഷിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ നീഷിനെ നമ്മളിപ്പം പറഞ്ഞ പോലെ ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ലെവൽ ഓഫ് ക്വാളിറ്റി ലൈക്ക് ഹൈ ഇൻകം, ലോ ഇൻകം, ഇക്കോണോമിക്കൽ, എങ്ങനത്തെ സെക്ഷൻ ആണ്. ദെൻ വി ക്യാൻ ഗോ ഫോർ ദ സൈക്കോളജിക്കൽ ലൈക്ക് വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ്. ബേസിക്കലി ഇതിനകത്ത് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ആളുകളുടെ ഒരു ഹോബീസ് ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരാൾക്ക് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി എൻ എ ഹോബി സെക്ഷൻ. ദെൻ based on the demographics, സ്പെഷ്യലി ലൊക്കേഷൻ, സ്പെസിഫിക് ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് niche ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള PSC കോച്ചിങ്. ഓക്കെ, സോ കേരള PSC കോച്ചിങ് ഇസ് ഫോർ ലൈക്ക് മെയിൽ ഫീമെയിൽ. അതിനകത്ത് ഞാൻ niche എന്താ ചെയ്യാൻ പോകുന്നത്, കേരള PSC കോച്ചിങ് ഓൺലി ഫോർ വുമൻ. സോ അവിടെ എന്താ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് നീഷ് സെക്ഷനകത്തോട്ടായി ഡെമോഗ്രാഫിക്, ജിയോഗ്രാഫിക് ബേസിൽ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യാണ്. ബിക്കോസ് ഇപ്പൊ കേരള PSC ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓൺലി മലയാളി ഇസ് ഗോയിങ് ടു ബി ദെയർ. സോ ഓൾറെഡി അതൊരു നീഷ് സെഗ്മെന്റ് ആണ്. ബട്ട് അതിനകത്ത് ഞാൻ എന്താ ചെയ്ത സബ് നീഷസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ ബ്രേക്ക് നീഷസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ്, demographics, level of the quality, psychographic and geographic. These are the segment നമുക്ക് എന്താ പറയുന്നത് niche-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. ഓക്കെ, so clear this. Now let's get some examples. Now let's see some examples. First is health. Okay, so ഹെൽത്തിനകത്ത് നമുക്ക് എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഈസ് എ നീഷ്. വെയിറ്റ് ലോസ് ആഫ്റ്റർ പ്രഗ്നൻസി. സോ ഇതൊരു സബ് നീഷ് ആണ്. ഈവൻ ദോ ഞാൻ ഇതിന്റെ എക്സാമ്പിൾ ഇപ്പം കണ്ടായിരുന്നു, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ആളുകൾ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ഓൺലി കണ്ടന്റ്, ഐ എം ഗോയിങ് ടു പിക്ക് ഓൺലി ദ പ്രോഡക്റ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ നീഷ്. ദെൻ റെസിപ്പീസ് ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് ഓവർ 50 ഏജ്. സോ 50 ഏജ് പ്ലസ് ഉള്ള ഡയബറ്റീസിന് വേണ്ടി മാത്രം എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതിനെപ്പറ്റി മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് വൺ നീഷ്. സോ ദീസ് 3 നീഷസ് ലൈക്ക് ഈ പർട്ടിക്കുലർ ഈ 5 ടൈപ്സ് ഓഫ് നീഷസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് ദി ടോപ്പ് സെല്ലിംഗ് നീഷസ് ആണ്. ഇതിനകത്ത് എപ്പോഴും ഡിമാൻഡ് ഉള്ള സാധനമാണ്. സോ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇതിന് പറഞ്ഞാൽ എപ്പോഴും എവർഗ്രീൻ നീഷിൽ വരുന്നതാണ്. ഈ 5 നീഷസ് ആൾവേസ് വിൽ ബി ഇൻ എവർഗ്രീൻ. അത്ര കോമ്പറ്റീറ്റീവ് ഉള്ള നീഷാണ്. വെൽത്തിനകത്ത് ലൈക്ക് മണി മേക്കിംഗ്, ഓൺലൈൻ മണി മേക്കിംഗ്, ഫൈൻഡിങ് യുവർ ഡ്രീം ജോബ് വിത്ത് ലിങ്ക്ഡിൻ. അത് ഇത്ര ലൈക്ക് ഡ്രീം ജോബ് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും, ബട്ട് ത്രൂ ലിങ്ക്ഡിൻ ഓൺലി. സോ അതാണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു നീഷ് ആയിട്ട് മാറുന്നത്. അഗെയിൻ റിലേഷൻഷിപ്പ്, ഹൗ ടു ഗെറ്റ് യുവർ എക്സ് ബാക്ക്, അല്ലെ പിന്നെ ഹൗ ടു ബെറ്റർ പാർട്ട്ണർ, ഹൗ ടു എന്താ പറയുന്നത് സേവ് യുവർ മാരേജ് ലൈഫ്. These are can be in a relationship niche. Then comes personal development. Personal development at learning English from home. Other niche section ആണ്. So speaking for a book authors, or public speaking for a book authors. എങ്ങനെയാണ് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യേണ്ടത്, that can be especially for book author. So അതുകൊണ്ട് അതെന്തായി niche ആയി. Like they are not targeting everyone, they are only targeting for book authors. Or ഇവിടെ learning English എവിടുന്ന് പഠിക്കാൻ പറ്റും, but they are targeting from home. That's why it's become niche. Then hobbies and interest, guitar training, beginners. So beginners ന് വേണ്ടി guitar training, organic terrace gardening. So organic terrace gardening. So
ടെറസ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സ്ഥലം ഉണ്ടെങ്കിൽ മുകളിൽ എന്താ പറയുന്നത് നമ്മുടെ ടെറസ് ഗാർഡനകത്ത് പോയിട്ട് നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന സെക്ഷനാണ്. സോ ദീസ് ആർ ദ വെരി എന്താ പറയുന്നത് ഡെഡിക്കേറ്റഡ് കൈൻഡ് ഓഫ് നീഷസ് ആണ് which actually we need to find for ourselves. So that is like എങ്ങനെയാണ് നമ്മൾ niches find ചെയ്യുന്നത്, different types of niches, what are the different types of niches are there, you can go through this kind of section. So these are the some different type of niches. Now let's talk about the 7 major factors when we finalizing or a niche finalize നമ്മൾ major things what we actually look for. Okay, so first is there are people spending money or not. ആളുകൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ ഇല്ലേന്ന് ആണ് ഫസ്റ്റ് സെഗ്മെന്റ്. സോ ഇഫ് പീപ്പിൾ ആർ സ്പെൻഡിങ് മണി, ലൈക്ക് ഇപ്പം ടി വി കൊമേഴ്സ്യൽസിനകത്ത് നമ്മൾ കാണാം, ചില ഇപ്പം നമ്മുടെ ടി വി വെച്ചാൽ തന്നെ നമ്മൾ എന്തെങ്കിലും DTS സർവീസ് പ്രൊവൈഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് അവരുടെ ഒരു ചാനൽ കാണും. ആ ചാനലിനകത്ത് സ്പെസിഫിക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. ചിലപ്പം മുട്ടുവേദനയുടെ ആയിരിക്കും, ചിലപ്പം ടമി എങ്ങനെ കുറയ്ക്കുന്നത് അതിന്റെ ആയിരിക്കും, അല്ലെ പിന്നെ എന്തായിരിക്കും ഹെയർ ഓയിൽ ആയിരിക്കും, like how to like stop your hair loss. So they are very much focused on the niches which actually people are making money. So spending money, okay, spending money ആളുകൾ purchase ചെയ്യാൻ വേണ്ടി, ആളുകൾ അതിനെ ഇപ്പൊ weight loss is a niche, like people wanted to lose weight. Okay, that's why the people are spending money. So നമ്മൾ ഏത് niche pick ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഗോട്ടിനെ എന്താ പറയുന്ന തീറ്റ കൊടുക്കുന്ന ഒരു niche ആവാം. Okay, how to do that, how to, but ആളുകൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടോന്നും കൂടെ നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് എ നീഷ്. ഓക്കെ, ആരും ചെയ്യാത്ത സാധനമാണ്, വെരി യുണീക് മാർക്കറ്റ് ആണ്, വെരി സ്പെസിഫിക് പീപ്പിൾ വിൽ ഡു ദാറ്റ്. ഓക്കെ, ഗോട്ട് എന്ന് പറയുന്നത് ഗ്രൂമിങ്. ബട്ട് ഇസ് ദെയർ മാർക്കറ്റ് ഫോർ ദാറ്റ്? Is people are ready to buy a product? Is people are looking for a kind of product for that particular purpose? Then adu profitable item. So whenever you pick a niche, you need to first look for that people are spending money on that niche or not. Okay, so how you can find that people buying product വാങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ you can see many reviews on Amazon. ഇപ്പൊ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഇപ്പൊ നോക്കും. ജസ്റ്റ് കോൺസെപ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാം. സോ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ, അവിടെ റിവ്യൂസ് ഉണ്ടോ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പോലത്തെ തന്നെ ബിസിനസ് വേറെ സിമിലർ സൈറ്റ്സ് അവൈലബിൾ ആണോ. അന്നേരം ഇപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കോമ്പറ്റീഷൻ ഓൺലി വേർ ദ മാർക്കറ്റ് ഇസ് ലൈക്ക് ഗുഡ്. ആളുകൾ പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഓരോ ബിസിനസ് ആളുകൾ കൊണ്ടുവരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ വൺ തിങ്. സെക്കൻഡ് ഈസ് ദർ എനി പാഷൻ ഓർ പ്രോബ്ലം പ്രസൻസ്. സോ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് സെഗ്മെന്റ് ആണ്. ഒന്നെങ്കിൽ നമ്മുടെ ആളുടെ പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ലൈക്ക് ഇഫ് വി ആർ ഏബിൾ ടു സോൾവ് എ പെയിൻ പോയിന്റ്, പീപ്പിൾ ആർ റെഡി ടു ഗിവ് മണി. Second option is, yes, there a passion, like people love to do that. ഇപ്പം നമുക്ക് എന്താ പറയുന്നത് ടെന്നീസ്, അല്ലെ പിന്നെ ഒരു പാഷൻ ബേസ്ഡ് ആണ്, ഗിറ്റാർ പ്ലേയിങ്, അല്ലെ പിന്നെ സ്വിമ്മിങ്, സംതിങ് like which is actually passion based ആണെങ്കിൽ they will go, like cycling. People are go on cycling not for health conscious, they go based on the passion. അവർക്ക് അത്ര പാഷനേറ്റ് ആയിരിക്കും അതിനെ പറ്റി. So they go for that section. So passion or problem, anything is present or there നോക്കണം നമുക്ക്. Because if there ഈ രണ്ടിൽ ഏതെങ്കിലും സെഗ്മെന്റ് ഉണ്ടെങ്കിൽ possibility that people are going to spend. Okay, so then is there a product or service you can recommend so that make money recommending in your blog? So ഇപ്പൊ നമ്മൾ ഒരു നീഷ് പിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഗോട്ട് ഗ്രൂമിങ്. ഓക്കെ, ഇപ്പൊ ഗോട്ട് ഗ്രൂമിങ് നമ്മൾ നീഷ് എടുത്തു കഴിഞ്ഞാൽ ഇസ് ദെയർ പ്രൊഡക്റ്റ് ടു സെൽ അല്ലെ റിക്കമെൻഡ്, ഒന്നെങ്കിൽ കോഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ, ആമസോണിന്റെ പ്രൊഡക്ട്സോ, അല്ലെ പിന്നെ ഏതെങ്കിലും കോഴ്സോ സർവീസോ എന്തെങ്കിലും ഉണ്ടോ വേർ വി ക്യാൻ ഗോ ആൻഡ് റിക്കമെൻഡ് എ ഗ്രൂമിങ്. ലൈക്ക് ഇപ്പൊ ഡോഗ് ഗ്രൂമിങ് ഉണ്ട്, കാറ്റ് ഗ്രൂമിങ് ഉണ്ട്, ബട്ട് ഗോട്ട് ഗ്രൂമിങ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. So that is the like example why I am giving this, so that you can recommend thing. Then fourth is there any scope of scaling the business? Scaling business nu parnale, if I am starting a business, okay, enike 100 customer ipo undu, but is there a depth of the customer, like ipo enike 1 lakh customer ne enike reach cheyan pattuvanengile pattuvo ille, is there that much options undo ille, is a serious business aakan pattuvo? Because if I am getting into that kind of business, can I make this money for a longer period, next 10 years? This weight loss problem will be there for the next 10 year also. This is that problem will be there, is just this that passion will be there for the next 10 year. Adu namukku nokkanam, because scale cheyan vendi, like longer term nu namukku focus cheyan vendi. Then next point is there any traffic sources? Traffic sources nu parnale how
we can go and advertise. എങ്ങനെ നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ആളുകൾ അതിനകത്ത് ട്രാഫിക് വരുന്നത്, വാട്ട് ആർ ദ പോസിബിലിറ്റി ടു ഗെറ്റിംഗ് പീപ്പിൾ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. ഈ സെക്ഷൻ നമുക്ക് എന്താ ചെയ്യണം നോക്കണം. ദെൻ is there any expectation needed in niche? Expertization ആണ്, സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. സോ ഇസ് ദർ എനി എക്സ്പെർട്ടൈസേഷൻ നീഡഡ് മീൻസ് ഒരാൾക്ക് ഈ പർട്ടിക്കുലർ നീഷിനകത്ത് പോകണമെങ്കിൽ, ഇപ്പം ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഐ എം പ്ലാനിങ് ഫോർ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നീഷ്. സോ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നീഷിനകത്ത് ഞാൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഐ നീഡ് ആൻ എക്സ്പെർട്ടൈസേഷൻ. എന്നാലേ മാത്രമേ എനിക്ക് ഒരു okay. So is there any എന്താ പറയുന്ന expertization needed ആണോ to do something? Do I need to learn some new skill to getting in that? Like ഇപ്പം app development for kids. Okay, അങ്ങനെ ഒരു niche ആണ്. Only kidsനെ മാത്രം ഞാനിപ്പം app development പഠിപ്പിക്കാൻ പോവാണ്. If I'm getting into that niche, I'm becoming a trainer, I need to know how to develop app. അത് ആ execution ചെയ്യുന്നതിന് മുമ്പേ is there any necessary thing I need to learn? Then comes competition. Competition is the always healthy for any business. If our competition illengil, that means that business is not profitable. Business profitable illatha kondana there is no competition. So these are the some 7 major factors which you look on your niche. Eppozhum nammal oru niche finally cheyyumbom nammal analyze cheyandeyana, is that niche is aalukal aa niche natha aalukal paisa chelavakkarundo, is that particular niche is solving some problem or is related to passion ano, is there something to recommend a particular niche now, is there some product to recommend, is there scope of scaling, because if next 10 year ne kya business plan cheyanengil can I make that business as a long term business, traffic sources, can I get good traffic for that particular section, then do I need experience or do I need expertization on that particular section, I need to work on that. Then I need to look for the competition. Is there enough competition? ആളുകൾ ഇതിനെ സെൽ ചെയ്യാൻ വേണ്ടി എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ടോ ഇല്ലേനെ? These 7 points you need to look into before choosing any niche. Okay, once we finalize, like നമ്മളിപ്പം niche research ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് കിട്ടി goat grooming. ഇനിയിപ്പോൾ goat grooming എനിക്ക് കിട്ടി. Now I am going to these 7 questions. These 7 questions I am asking for myself. If these 7 questions will be get qualified, then I am going to pick that particular niche. Okay, that is the how to find a profitable niche we can go for. So now let's move into another concept, that is, now what are the different ways to find your passion. Okay, so let's start. Let me open this Ikigai. Let me show that Ikigai image. So whenever we go for a particular section, we actually look for, these are the ways how we finalize. So if boring but this how to, because if you selected a proper niche, half profitability done. Okay, let's pick this image and explain this image. Okay. So whenever we pick a niche, we need to find 4 things. Niche nathu onnengi passion undayirikkum, alepine it can be our mission, or it can be profession, it can be vocation. So how we do that? First thing, nammal choikkenda question aanu first and most important segment endana, what you love. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ സെക്ഷൻ ആണ്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഗെയിമിംഗ് ഇഷ്ടമാണ്. സോ വാട്ട് ഐ ലവ്, എന്റെ ലൈഫിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് എന്താണ്? ഇഫ് ഐ ലൈക്ക് റീഡിങ്, ഇഫ് ഐ ലൈക്ക് പ്ലേയിങ്, ഇഫ് ഐ ലൈക്ക്, വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് വിച്ച് ഐ ക്യാൻ which I love, what I love. Okay, so if I love that, first thing, first category is if I love that. Second is
what you are good at. Ipam, I love that and I am good at, so I can make it my passion. So that is my passion. So ipan ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൽ ഞാൻ ഭയങ്കര നല്ലതുമാണ്. I love playing games, but I'm good at also. So that can be my passion. And ഇനിയിപ്പം നമുക്ക് എന്താ നോക്കണ്ടേ, ഓക്കെ, ഈ പാഷന് നമ്മളെ ഈ 7 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, is it applicable? A 7 points will be applicable for that my passion. Is that profitable? Is there a product to sell? Is there any expedition required? Is there traffic I need to generate? If all those 7 questions is be solved for your passion, you can create a niche on your passion. ഒരുപാട് പേര് അവരുടെ പാഷന്റെ ബേസ്ഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Passion. Okay, then comes if I love things, so what I love, and world need that. Whatever I love, world need that. That can be become our mission. Okay, so I can take that particular product and start promoting to people. So I can find that particular section mission. If I love that and people also need it, like I love teaching and people need that training, so automatically that can become my mission. Okay, then there is what I am good at, and people are ready to pay. If I'm good at and people are ready to pay, that can become my passion. So that can be my profession. I can start making money, all those things. Then if I get paid for what I can get paid for and people need that, if I also get paisa enke kittum, also people are ready to pay, like word needs that, ആളുകൾ അതിനെ ആവശ്യമുണ്ട്, അത്ര റിക്വയർമെന്റ് ഉണ്ട്, that can be, we can become vocation. So നമുക്കൊരു passion find ചെയ്യപ്പോൾ, നമുക്കൊരു niche find ചെയ്യപ്പോൾ, we try to get all these 5 sections. 1 2 3 4 ഒരു കോമ്പിനേഷൻ നമുക്കത് ചെയ്യാൻ പറ്റുമോ? So can my passion become my profession? And if profession, can my passion and profession can be become as a vocation? Is my passion, profession and vocation can become as a mission? So that is ikigai. So ikigai ide concept endana, what you are good at, what you love, what world need, and you get paid for. So that is ikigai. So നമുക്ക് നമ്മുടെ അനലൈസ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ് ഇക്കിഗൈനകത്ത് വരുന്ന കോൺസെപ്റ്റ്. സോ ഇഫ് ഐ ഗെറ്റ് എ നീഷ്, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ഗെറ്റ് എ നീഷ് ലൈക്ക് what you love, I love marketing. So that is specifically I love digital marketing. Okay, so that is I love. And what I am good at, I am good at on digital marketing. So I am good at digital marketing. And if I'm good at on digital marketing and I love digital marketing, I can make that my profession and I get paid for digital marketing. I offer services, I offer that, I get paid. And do people require, do world require digital marketing? Yes, the question is yes. So my ikigai is what? Digital marketing. So that's where I find my ikigai. So if you are able to get your ikigai, that means you are going to a particular niche, you will be very happy, and you love to work on that. Like pudiya content undakanu, pudiya section cheyanu, pudiya article ezhudanum, video create cheyanum, you will love. You don't worry about like ayyo inathu paisa varunilla, inathu varunilla, because that become a profitable, because people need that, you get paid for that, you are good at that, and you love it also. So all the criteria will be get filled. So finding a ikigai, finding an ikigai is the like നമ്മുടെ ലൈഫിന്റെ ultimate goal എന്ന് പറയാം, because that is the thing which makes us happy. That is ikigai. So this is in a book ആണ്, ഇതൊരു ജാപ്പാനീസ് കോൺസെപ്റ്റ് ആണ്. This is the concept, like എന്ത് സാധനമാണ് നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്. So we conclude this ikigai to our niche selection. Why we are getting this, like ikigai actually ഇത് ലൈഫിന് വേണ്ടി പറയുന്ന കോൺസെപ്റ്റ് ആണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ബുക്ക് പോയിട്ട് വായിക്കാം. അൾട്ടിമേറ്റ് ബുക്കാണ്, നല്ല ബുക്കാണ്. യു ക്യാൻ ഫൈൻഡ് ബുക്ക് റിവ്യൂസ് ഓൺ യൂട്യൂബ്. awesome book ആണ്. ഹൗ ടു ഫൈൻഡ് യുവർ പാഷൻ, എന്തിന്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. ഒരുപാട് പേര് പൈസയുടെ പുറകെ പോകും, ഒരുപാട് ആഫ്റ്റർ ദേ ഗെറ്റ് മണി ദേ ഫീൽ ദാറ്റ് ദേ ആർ നോട്ട് ഫുൾഫിൽഡ്. സോ this is the way how you can get, because passion, mission, profession and vocation, all these align together, adana ikigai. And the people who get their ikigai, they live a lot. So ee bookinath thane parayunnaanu, people in Japan, they avരുടെ life span is full world nathu ഏറ്റവും കൂടുതൽ life span അവരുടെയാണ്. They live for
100+ year ages. A book in a specific salon where people dies 110, 120, like 110, 120 ആ റേഞ്ചിലാണ് ആളുകൾ ചാവാറ് because dead ആവുന്നത്. അത്ര അവർ passionate ആണ് whatever they do. Go and read this book, you will get a lot of concept on that. So this is ikigai. So നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ikigai കോൺസെപ്റ്റിനെ നമ്മൾ പിക്ക് ചെയ്യുന്ന നീഷിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, so that I will be like എന്താ പറയുന്നത് motivated to do that. Okay, so I just shown you digital marketing as a niche, but that may not be my ikigai. My passion is something, my mission is something, my profession is something, vocation is something. So that is like എന്താ പറയുന്നത് ikigai section. So I use ikigai to find my niche. So that is the one way to get my ikigai. Okay, so hope എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. Then let's move to another point. Ikigai കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ആണ്, there is a person Pat Flynn. So he's one of the എന്താ പറയുന്ന podcaster ആണ്. He makes a lot of money. Why? Only podcasting. And he has given a tip on how to find a niche. Okay, so he said that very simple concept ആണ്. He said like 777. So he 777, write down your 7 passions, write down your 7 problems, write down your 7 fears, and when you pick 21 nathu pick out 10. So at 777 nathu ningal 7 passions, 7 problems, 7 10 pick ചെയ്തിട്ട് you go and look for those 7 points. So നമ്മൾ cover ചെയ്തത്. So there should be enough traffic on keywords around that. There should be a profitable by looking CPC cost competitor. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത 7 points. There should be enough competition. ആ 7 points ഉണ്ടോ? ഈ 7 നമ്മൾ 777 ചെയ്ത് 21 നകത്ത് നമ്മൾ 10 പിക്ക് ചെയ്തിട്ട് ആ 10 ആ 7 ക്രൈറ്റീരിയയിൽ ഫിറ്റ് ആവോ ഇല്ലേന്ന്. If those 7 criteria get fit, we can go for that niche. Okay, then another author is there. They have suggested something called, another author is James. ഇതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ഒരു പ്രോഫിറ്റബിൾ നീഷ് ഫൈൻഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്സ് ആണ്. സോ അനദർ വൺ ഈസ് ജെയിംസ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാല് ടു അൺറിലേറ്റഡ് നീഷസിനെ മാരി ചെയ്യിപ്പിക്കുക, ഓർ സെക്സ്, ഹീസ് കോൾ ഇറ്റ് ആസ് എൻ ഐഡിയ സെക്സ് ഫോർമുല. ഓക്കെ, ഇറ്റ്സ് മീൻസ് ലൈക്ക് ടു ഡിവിഷണൽ പീപ്പിളിനെ ഒരു കൂടെ ടുഗെദർ ചെയ്യുന്ന സെക്ഷൻ പോലെയാണ്. സോ ലൈക്ക് ഐഫോൺ ആൻഡ് ഫോട്ടോഗ്രാഫി. സോ രണ്ട് നീഷസ് ആണ്. ഐഫോൺ ഒരു നീഷാണ്, ഫോട്ടോഗ്രാഫി ഒരു നീഷാണ്. സോ നൗ ദേ മിക്സ് ഇറ്റ്, ദേ മാരിഡ് ഇറ്റ്, ഐഫോൺ ഫോട്ടോഗ്രാഫി, ദാറ്റ് ബിക്കം എ നിഷ്. സോ ദാറ്റ്സ് how you can find like mix 2 niches, and adum completely alternate niches na ningal adan mix ചെയ്തിട്ട് നോക്കുക. That is the like how you can get into the niche section. And some of the other niche എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം നമ്മൾ ഇത് കോൺസെപ്റ്റ് വൈസ് ആണ് പോയത്. Then there is something like people call it if there's some like inipam there is something called PayPal businesses, our business categories nathu. So let me show you what is that. So let's PayPal. ഈ PayPal is a payment receive ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. So PayPal categories ആണ്. So what are the categories ആണ്? different business categories. Like ഏത് ബിസിനസ്സിനാണ് പേയ്മെന്റ് റിസീവ് ആവുന്നത്. സോ ലോജിക് എന്താണ് പറഞ്ഞാൽ, ഏത് കാറ്റഗറിയിലായിരിക്കും പേയ്മെന്റ് റിസീവ് ആവുന്നത്, ആ കാറ്റഗറി ക്യാൻ ബി എൻ എ പ്രോഫിറ്റബിൾ കാറ്റഗറി ആവും. ലൈക്ക് ആർട്ട്, ക്രാഫ്റ്റ് ആൻഡ് ഇത് baby and fragrance, books and magazine, business and clothing accessories, shoes, education, electronic, telecom, entertainment, media. ഇതെല്ലാം it can be a health and personal care, home and gardening, non-profit, pets and animals, religious, spirituality, retail, services, sports, outdoor, toys, hobbies, travel, vehicle sales, vehicle services, other subcategory, antiques pieces, art and craft supply. ഇതെല്ലാം എന്താണ്? ഡിജിറ്റൽ ആർട്ട്, memorabilia. ഇതെന്താ സാധനം? memorabilia. What is that? I don't know. Let's check it that. What is that? Let's get an images.
Okay, so it's kind of coin angantha sections. So see, these can be in a niche. So only the collecting coins, like old kind of collections. Music stores, swing swing can be needling work, swing it can be enna parayna niche avam. Like people are just enna parayna cloth design cheyyunnadum angantha sections ellam, it can be in a niche. So you need to understand that how, where we are going, like tayal, how to do this proper way, this can be a niche. So people are there actually looking for. So these are the some ideas you will get: audio book, accounting, advertising. Because ഇവിടെ ഈ നിഷ് എന്താണ് പറഞ്ഞാല്, ഈ പർട്ടിക്കുലർ ബിസിനസ്സിനകത്ത് ആളുകൾ പേപ്പാൽ വെച്ചിട്ട് പൈസ വാങ്ങുന്നതാണ്. സോ ദാറ്റ്സ് വൈ യു ഗെറ്റ് എൻ ഐഡിയ, ഓക്കെ ദീസ് ക്യാൻ ബി എൻ എ നിഷ് and these can be fit into your particular section. So that is the one segment, how to find from PayPal. Then WikiHow, you can go to WikiHow and look for its category. ഏതിനെ പറ്റിയാണ് വിക്കി ഹൗനകത്ത് ആളുകൾ സംസാരിക്കുന്നത്. If people are talking about it, it means it's a profitable. That's why people are talking about. So you just go and look for these categories. So when you go here, you will look categories. See how to do list, detox. Here is the categories: art and entertainment, care and other vehicles, computer electronics, educational, family life, finance, business, food, entertaining, health, hobbies, craft, holiday, tradition. If I'm hobbies and craft, is there any subcategories? So hobbies and craft, you can see that how to find hobby. So these are like itra effort itted in content create because people are spending money. That's why making a sculpture, that is a hobby. Finding how much something is worth. Okay, so this can be like hobbies and craft segments. So you can go to WikiHow and try to find. Then Amazon nathu namukku povam. So that is like enna parayna ഏറ്റവും biggest ആണ്. So we'll ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. Amazon best seller. So Amazon best sellers. So Amazon best sellers nathu basically ഏത് പ്രൊഡക്ട്സ് ആണ് ഏറ്റവും ടോപ്പിൽ സെൽ ആവുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി എന്താ പറയുന്നത് ടോപ്പ് ക്ലാസ് പ്രൊഡക്റ്റ്. സോ നമുക്ക് ബെസ്റ്റ് സെല്ലർ എടുത്ത് ഇതിപ്പോ എനി ഡിപ്പാർട്ട്മെന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു നമുക്ക് എന്താ പറയുന്നത് ഗെറ്റ് ഇൻ ടു ബേബി പ്രൊഡക്ട്സ്. നമുക്ക് ബേബി പ്രൊഡക്ട്സിനകത്ത് ഏറ്റവും ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഏതാണെന്ന് നോക്കാം. സോ യു സി ഡൈപ്പേഴ്സ്. സോ ഡൈപ്പർ ക്യാൻ ബി എ നിഷ്. You only start article on diapers. Bed sheet. Then you see, go down, go to next page. What are the top picks? See, different sections. These are the some product. ഇപ്പൊ ബേബിന്റെ അകത്ത് പോയത് ഇപ്പൊ ബേബിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പൊ ബേബി ഷൂസ്, ബേബി കെയർ, ബേബി കാരിയേഴ്സ്. നമുക്ക് ബേബി കാരിയേഴ്സ് നോക്കാം. ദാറ്റ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ മോർ പ്രോഫിറ്റബിൾ സെഗ്മെന്റ്. സോ നൗ ബേബി കാരിയേഴ്സ്, യു ക്യാൻ സി ഡിഫറെന്റ് ബേബി കാരിയേഴ്സ്. സോ അഗൈൻ ഇപ്പം ബേബി കാരിയർ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കാർ സീറ്റ് അക്സസറീസ്. സോ യു ക്യാൻ ബേബിന്റെ കാറിനെ പറ്റി മാത്രം സംസാരിക്കുന്നത്, ലൈക്ക് ബേബിനെ കാറിൽ ഇരിക്കാൻ വേണ്ടി. യു ക്യാൻ സി you get 6,000 rupees worth products on is there. So that is a niche. Actually niche എന്താണ്? baby product. baby product നാത്താണ് very focus car accessories നെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. So we are getting sub niche section. So we'll be going detail on this particular section. Then affiliate network sites such as ClickBank. So these are the like network sites ആണ് where you find different products, like ആളുകൾ ഏതേത് പ്രൊഡക്ട്സിലാണ് സെല് ചെയ്യുന്നത്. So let go to home, ClickBank home, and we'll check that ClickBank categories and then the product ഏതേത് products ആണ് അവിടെ സെൽ ആവുന്നത്. So let's Discover shop and innovative products. Now you can see that product categories: art and entertainment, sees on TV, e-business, e-marketing, games, health, fashion. So let's e-business and e-marketing nathu namukku endenda undenu just namukku nokam. So when you get into e-business marketing nathu, you will see that featured products, subcategories endana affiliate marketing, general, video marketing. So let's get into affiliate marketing nathu namukku varam. So these are the like എന്താ പറയുന്നത് അവിടെ സെൽ ആവുന്ന സെക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. You can see that sort by product list section ഏതേത് products ആണ്. So ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. So as of now you can go on here and you can search like what are the things are selling more on ClickBank. Then Udemy.
another platform, courses. Like if people are buying courses, it means that is a profitable niche. That is a niche people actually spending money. That's why adine patti oral course undaki vechekane. So if you can go and look for the places where actually people are making money, so you can go for that particular section. So if the business design, photography, development, marketing, IT software, if arkile photography starting, let's click on the photography. You can see that make epic video for the internet. So അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഐഫോൺ ഫോട്ടോഗ്രാഫി. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് ഡിഫറെന്റ് ബ്രാൻഡിനെ അവർ മിക്സ് ചെയ്തേക്കുന്നത്. Now you can just see that how profitable niche is this. 32,685 student has enrolled for his course. Okay, and ഈ കോഴ്സിന്റെ റേറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. What is the current rate into, ഇപ്പൊ ഒരു 500 രൂപ നമുക്ക് വെക്കാം. So let make it 500 rupees, and you can see that 1,63,000 rupees he earned through only this particular course. So you can understand that iPhone photography is a huge niche itself. Okay, so 740 ആയിരുന്നു, നമ്മൾ 500 വെച്ചിട്ടുള്ളൂ. You can just assume that how much he had made with this particular one single course, and you can see the rating 11,562 5-star ratings are provided itra sales nathu. So now you need to understand that how people actually make a niche. So this is a niche, iPhone and photography, two different sadhanathine mix cheyidittu oru niche undakiyana. So again adepole thanne you go and research like what other things are there, what other category, ippom business nathu, finance nathu, what is there, like either stock trading, investing, ഇതിനെ പറ്റിയെല്ലാം കോഴ്സ് ഉണ്ടോ? If I am like expert in stock market, can I create a course? Can I create a niche around that where I can sell product, where I can sell courses, where I can sell services, anything. So you can see that a complete financial analysis course 2020, 46,000 people are actually in this particular. So can I create a course? Can I create a website? Can I create content around that particular course? Can I build my brand around that course? Let's go for the digital marketing. You see, digital marketing. So when you go to digital marketing, so what I'm just validating my business plan with this. See that 1,14,512 people has purchased this 7-10 hours, the complete digital marketing course, 12 courses in one. You can just assume that how much money he made through this particular course. Okay, so now let's get into niche specific question answer sites. Pinne namukku ഏത് niche-nathaanu പോണ്ടേ, like you need to just open your mind and open your like discussion. ഇപ്പം നമ്മുടെ അടുത്ത ഡിസ്കഷൻ നടക്കുന്ന എങ്ങനത്തെ ഡിസ്കഷൻ ആണ് നടക്കുന്നത്, ഇപ്പം ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ലൈക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഊബർ or Uber Eats, അല്ലെ Swiggy, these are the like concept generated based on the people. ഒരു ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ആളുകൾ തോട്ട് ചെയ്തപ്പോഴാണ് ആ പ്രോസസ് got in develop ആയത്. That business plan got developed to that. So that is a actually specific niche ആണ്. So that's the way you need to open your mind, open your eyes. You need to look into the surrounds yourself. What is happening? What are the people talking about? Now for that you need to go to forums. You can find forums on net. You can same time നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, Q&A sites like Quora sites, forums. ഇവിടെയെല്ലാം പോയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, we can ask, we can look like what are people are talking, what they actually solution they want. So I can just go and look for the digital marketing. But when I go and look for the correlated digital marketing, what people are mostly talking about, what exactly digital marketing is the basic, what is the digital marketing review, digital marketing making. So when you, what does digital marketing work? So you can see that correl ആളുകൾ എന്തിനെ പറ്റിയാണ് digital marketing സംസാരിക്കുന്നത്. So can I create a solution for that particular query, that issue? ഇപ്പം സെയിം സാധനം തന്നെ, like how to do Facebook marketing, ഒരുപാട് പേര് ഇത് സാധനം സെർച്ച് ചെയ്യുകയാണെങ്കിൽ can I create a course on that? Can I start a blog? Can I start a YouTube channel? Can I start recommending product on that particular section? So that way we decide our niche. Okay, so that is like Q&A sections. Then keep an eye as open, newspaper, TV, commercial, magazines, all those sections. So these are the way how you can go and find a niche. That is the first step.
Okay, finding a niche. So ഇത് ഇച്ചിരി കൂടെ എന്താ പറയുന്ന ഒരു റിസർച്ച് phase ആണ്. You need to go through each and every research section. So that's the way how you find your niche. So now let's get